നമസ്കാരം എല്ലാവർക്കും. പിന്നെ നമ്മളൊരു അവിയൽ തട്ടിക്കൂട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവിയലിന് കഷ്ണങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ. നോക്കി കഴിഞ്ഞാൽ അവിയൽ ഉണ്ടാക്കാൻ നമുക്ക് എന്ത് കഷ്ണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവിയൽ എന്ന് വെച്ചാൽ തന്നെ അതിൻ്റെ മീനിങ് തന്നെ കിട്ടിയതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരിത്. പക്ഷെ കഴിയുന്നതും എന്താ പറയുക, അധികം വളുവള് പോലത്തെ കിടക്കാത്ത സാധനങ്ങൾ ഇടാൻ നോക്കുക. ഇപ്പോൾ ക്യാരറ്റ്, ചേന, കായ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എന്തായാലും എപ്പോഴും നല്ലത്. മുരിങ്ങക്കായ. അപ്പോൾ ഇതൊരു 1/2 കിലോ കഷ്ണം ഉണ്ട്. എല്ലാം ഒരു ഫിംഗർ നീളത്തിൽ ആ ഒരു സൈസിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വേവിക്കണം. വേവിക്കാനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ അതിലേക്ക് ഇടുകയാണ്. ഒന്ന് ഇളക്കി ചേർക്കുക. എണ്ണ ഒന്ന് എല്ലാ കഷ്ണത്തിലേക്കും പിടിച്ചോട്ടെ. ഓക്കെ, ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ കീറിയിട്ടാണ്. കുറച്ച് കറിവേപ്പില ഇടുകയാണ്. അവിയലിന് കളർ വേണ്ടേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ളത്. എന്നിട്ട് നമുക്ക് ഒരു ലിഡ് വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്ന് വേവട്ടെ. അപ്പം നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനൊരു അരപ്പ് തയ്യാറാക്കണം. അരപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാണ് ഒരു മുറി തേങ്ങ. ലുലുന്ന് മേടിക്കാൻ കിട്ടുന്ന ഒരു മുറി തേങ്ങയാണ്, ചെറിയ തേങ്ങ. അപ്പോൾ അതിന്നൊരു 1/4 തേങ്ങ നമുക്ക് എടുക്കണം. അപ്പോൾ അത് ഞാനൊരു മിക്സിയിലെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അമ്മീമ വെച്ചിട്ട് ഒന്ന് 2 കുത്തും. ഓക്കെ, ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇടുകയാണ് കേട്ടോ. സാധാരണ ജീരകം. കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാണ്ട് അങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്ന കാരണം കൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് എന്തെല്ലാം അടി പിടിക്കുന്നുണ്ടാന്നൊക്കെ ഒന്ന് നോക്കാം. കുഴപ്പമില്ല, അധികം സൂക്ഷിച്ചിളക്കണം കേട്ടോ, അല്ലെങ്കിൽ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. വെജിറ്റബിൾസ് ഒരു 10-15 മിനിറ്റ് ആയിട്ട് ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ. അരച്ചു വെച്ച തേങ്ങ ചേർക്കണം. അരയ്ക്കാന്ന് പറയുന്നില്ല, ചതച്ച് വെച്ച തേങ്ങ. ഓക്കെ, ഒന്ന് ഇളക്കി ചേർക്കുക. ഓക്കെ, ഇതിലൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നു. പിന്നെ ഇത് അവിയലിക്ക് നമുക്ക് പുളി വേണം. ഇപ്പോൾ പലരും പല ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ ഏരിയയിലൊക്കെ തൈര് ഇട്ടിട്ടാണ് അവിയൽ ഉണ്ടാക്കുക. ചിലർ പുളി പിഴിഞ്ഞൊഴിക്കും, ചിലർ മാങ്ങ ഇടും. ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും തൈര് തന്നെയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുകയാണ്. തൈരിൻ്റെ പുളിക്കനുസരിച്ച് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഒന്ന് ഇളക്കി ചേർക്കുക. അപ്പോൾ തൈര് ഒഴിച്ച് 2-3 മിനിറ്റായി. നമുക്ക് നിർത്താനുള്ള സമയമായി. ഇതിലേക്ക് നിർത്തണേക്കാളും മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെയാണ് ഒരു അവിയലിൻ്റെ സ്വാദ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ വിതറുക. അങ്ങനെ തന്നെ വിതറിക്കോളൂ. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ ഇലയൊക്കെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം.